ഗൈസ്, അപ്പൊ ഇന്ന് വിഷുവിന്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒരു വൈകുന്നേരം ഇപ്പൊ തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ വരുന്നു വന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ആലപ്പുഴ ജിംഖാനയുടെ സക്സസ് സെലിബ്രേഷൻ ഇന്ന് ഹൈലൈറ്റ് മാൾ വെച്ച് നടക്കാണ്. അങ്ങനെ ഇതുവരെ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള നെസ്ലിൻ ചേട്ടനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടു. അപ്പൊ ആലപ്പുഴ ജിംഖാനയിലത്തെ മറ്റു മെമ്പേഴ്സിനും കൂടി കാണാൻ പറ്റിട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഹൈലൈറ്റ് മാളിലത്തെ പോപ്പീസിന്റെ ഔട്ട്ലെറ്റിലേക്കാണ് വന്നത്. ഇതുവരെ ഞങ്ങൾ പോപ്പീസിൽ കയറിയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഫുഡ് വന്നിട്ട് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒത്തായില്ലെങ്കിലും ഒരു ഓക്കെ ഒരു ഫുഡായിരുന്നു. പിന്നെ ഗൈസ്, കുറച്ച് പേരെങ്കിലും ഈ ഹൈലൈറ്റ് മാള് ആദ്യം വന്ന് കണ്ടിട്ട് ഇതാണോ മാള്, ഇതിനാണോ ഇത്ര ഹൈപ്പ് കൊടുത്തിരുന്നൊക്കെ വിചാരിച്ചവരുണ്ടായിരിക്കും. പക്ഷെ ഗൈസ്, നിങ്ങൾ ഇപ്പൊ വന്ന് നോക്കണം, ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന മാളെല്ലാം കംപ്ലീറ്റ്ലി ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഒരുവിധം എല്ലാ സ്റ്റോറും ഇപ്പോഴാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ സമയത്ത് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എന്റെ സെക്കൻഡ് ടൈം വിസിറ്റ് ആണ്. ഈ വിസിറ്റോട് കൂടി എന്റെ ആ തോട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാളിന്റെ ആ ഒരു വൈബ് എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും വന്നിട്ടുണ്ട്. എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലേക്ക് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നാളത്തെ സദ്യക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിലത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം എവിടേക്കാ പോണേന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ. നമ്മുടെ വീടിന്റെ മുറ്റത്തും പറമ്പിലും കിട്ടിയിരുന്ന കണിക്കൊന്ന് വലുതായി ഇപ്പൊ പ്ലാസ്റ്റിക് കവറിലാക്കി വിപണിയിൽ വന്നിരിക്കുകയാണ്. കാലത്തിന്റെ ഒക്കെ ഒരു പോക്കെ. വിഷുവിന് തലേ ദിവസം അതുപോലെ തന്നെ ജിംഖാനയുടെ സക്സസ് സെലിബ്രേഷനും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിന്റെ ഇടയിൽ 2 തവണ തന്നെ കാണാണ്ടായി ഗൈസ്. ഞാനും ഉമ്മച്ചും ഫീയും കൂടി വെജിറ്റബിൾസ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് വാപ്പിച്ച് വേറെന്തോ നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ വാപ്പിച്ചിനെ കാണാണ്ടായി. വാപ്പിച്ചിനെ തപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും രണ്ടാമത് നടന്നു. അങ്ങനെ എന്നെ പിന്നെ കാണാണ്ടായി. അവര് 3 പേരും ഒന്നിച്ചു. പിന്നെ അങ്ങനെ 2 തവണ കാണാണ്ടായി ഗൈസ്. പക്ഷെ 2 തവണ അവരുടെ കൂട്ടത്തിൽ തന്നെ കാണാണ്ട് പോയിട്ടും അവർക്കൊരു പേടിയും ഉണ്ടായില്ല ഗൈസ്. കാരണം അവർക്കറിയാം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അവരെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഞാൻ എന്താ ഇവിടെ എത്തിയപ്പോൾ ഒരു സോപ്പ് കണ്ടു ഗൈസ്. ഈ സോപ്പിന്റെ വില നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. 329 രൂപയാണ് ഈ സോപ്പിന്. ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു എന്തൊക്കെയോ തോന്നി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, കണിക്കൊന്നയുടെ കാര്യം. ഇതാ നോക്കി, ഇവിടെ നമ്മുടെ സദ്യയുടെ കറികളാണ് ഇതാ ഇവിടെ നമുക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ഗൈസ്, നിങ്ങളുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി, എങ്ങനെ പോണു നിങ്ങളുടെ വിഷു സെലിബ്രേഷൻ എന്നൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഗൈസ്, ആ നടന്നുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി ചേച്ചിനെ കണ്ടോ? ഈന്തപ്പഴം കട്ട് തിന്നുന്ന കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചേച്ചി ഇങ്ങനെ നടക്കണത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.